സുഹൃത്തുക്കളെ, ഒരു കാര്യം, പിഴയുടെ കാര്യവും പറഞ്ഞ്, ഈ ഫ്ലക്സിൻ്റെ കാര്യവും പറഞ്ഞ് ഞാനതാണ് സൂചിപ്പിച്ചത്. അതിലാണ് ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മാധ്യമ സുഹൃത്ത് ഇന്നലെ ഫോണിൽ ബൈറ്റ് വേണമെന്ന് പറഞ്ഞു. രണ്ടും രണ്ടായിട്ട് പോകുന്നു എന്നുള്ളത് അങ്ങനെയൊന്നും ഒരിക്കലും പോകില്ല. ഭരണത്തിൻ്റെ രീതിയിൽ തന്നെ പോകും. അതിൽ BJP ഇടപെടൽ ഉണ്ടാകുന്നത് പാർട്ടിയുടെ നയത്തിന് വ്യതിയാനം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ രാജേഷിന്റെ നേതൃത്വത്തിൽ നല്ല തന്നെ പോകുന്നത്. ഈ പിഴയുടെ കാര്യം എനിക്കറിയില്ല. ഈ പിഴ അടയ്ക്കോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൽ പറയാം, പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രചരണം ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് കമ്പനികൾ ഡയറക്റ്റ് വെച്ച ഫ്ലക്സുകൾ ഫുട്പാത്തിൽ വെച്ചു എന്നുള്ളത് അത് ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ അത് മാറ്റി. മേയർ എന്നെ വിളിച്ചു, ഞാനും അത് വിളിച്ചു പറഞ്ഞ് ആ സമയത്ത് തന്നെ ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു ഫ്ലക്സ് ബോർഡും വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നയം. അതനുസരിച്ച് അവരറിയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആ നിമിഷം മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം ഇതിനേക്കാളും റോഡ് മൊത്തം കെട്ടിയടച്ച് പൊതുയോഗങ്ങൾ നടന്നിട്ടും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ. അതൊന്നും BJP ചെയ്തിട്ടില്ല, അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിന് കൂട്ടു നിൽക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, താങ്കൾക്കൊരു പെറ്റി ഒന്നും ചോദിച്ചട്ടെ, വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കൊണ്ട് അടയ്ക്കൂ. നിയമപരമായിട്ട് സിമ്പിളാണ്. നിയമപരമായിട്ട് അതിന് ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ആദ്യം ചിന്തിക്കില്ലേ? അതിനൊരു ബ്രീത്തിങ് ടൈം കൊടുക്കണം പാർട്ടിക്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ നമ്മൾ അത്യാവശ്യം വരുമ്പോഴേക്കും ഫ്ലക്സ് കമ്പനിക്കാരോട് വയ്ക്കാൻ പറയാറുണ്ട്. അവർ BJP ജില്ലാ കമ്മിറ്റി നേരിട്ട് പാർട്ടി പ്രവർത്തകർ വെച്ച എല്ലാ ബോർഡുകളും നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് വെച്ചത്. ചില ബോർഡ് പ്രിന്റ് ചെയ്ത് രാത്രിയും വെളുപ്പാനൊക്കെ കൊണ്ടുവച്ചപ്പോഴേക്കും ചിലത്തിരുന്ന് ജില്ലാ പ്രസിഡന്റ് തലേദിവസം രാത്രി ലേറ്റായിട്ട് കിടന്നത് ഈ വിവരം അറിഞ്ഞ അപ്പോൾ തന്നെ അവൈലബിൾ പ്രവർത്തകരെ വിളിച്ച് പരമാവധി മാറ്റി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു, ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, ഹൈക്കോടതിയിലെ കേസിൻ്റെ വിവരം സംസാരിച്ചു. സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഹൈക്കോടതിയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അവർ ഭരണപരമായ നടപടി സ്വീകരിച്ചു. നോട്ടീസ് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരുപാട് നോട്ടീസ് വന്നിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ എത്ര നോട്ടീസ് CPM ഭരിച്ചതിനെ പറ്റി നിങ്ങൾ നോക്കും. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നടക്കും, ഭരണപരമായ കാര്യങ്ങൾ നടക്കും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനെ ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് പാർട്ടി നേതൃത്വം ആലോചിക്കും.